ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം. ഇന്നൊരു റാപ്പിഡ് ഫയർ റൗണ്ട് ആണ്. എന്നോട് ചറപറ ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ അതിൽ പെട്ടെന്ന് തന്നെ ഉത്തരം പറയും. അതുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻ കാണില്ല. പിന്നെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ സോഷ്യൽ സയൻസ് ക്വിസിനാണ് പ്രധാനമായും ഉപകരിക്കുക. അതിനു പുറമെ അക്ഷരമുറ്റം ക്വിസ്, അറിവുത്സവം, CH മുഹമ്മദ് കോയ പ്രതിഭ ക്വിസ്, അങ്ങനെ ഏത് ക്വിസിനും ഉപകരിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഈ റാപ്പിഡ് ഫയർ റൗണ്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, റൗണ്ടിലേക്ക്. ഒന്നാമത്തെ ചോദ്യം. ഇപ്പോൾ 75-ാം വാർഷികം ആഘോഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൈനിക സഖ്യമാണല്ലോ നാറ്റോ. നാറ്റോയുടെ ഫുൾ ഫോം എന്താണ്? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ശരി ഉത്തരം. ഇത്തവണത്തെ ഓസ്കാറിൽ മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടിയത് ആർക്കാണ്? ഏത് ചിത്രത്തിന്? എമ്മ സ്റ്റോൺസ്, പുവർ തിങ്സ്. ശരി ഉത്തരം. പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ഷഹബാസ് ഷെരീഫ്. ശരി ഉത്തരം. എന്താണ് ഗ്രീൻ വാഷിംഗ്? വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാക്കാണ് ഗ്രീൻ വാഷിംഗ്. എന്താണെന്ന് പറയാമോ? ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട അവബോധം നൽകുക. അല്ല, ഗ്രീൻ വാഷിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിസ്ഥിതി സൗഹാർദ്ദം എന്ന രീതിയിൽ ചില ഉൽപ്പന്നങ്ങൾ പരസ്യം ചെയ്യും, എന്നാൽ അത് യഥാർത്ഥത്തിൽ പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നമായിരിക്കണമെന്നില്ല. അങ്ങനെ വെറുതെ പരസ്യം ചെയ്യുന്നതിനാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. കേരളത്തിലെ ആകെ പഞ്ചായത്തുകളുടെ എണ്ണം എത്ര? 941. ശരി ഉത്തരം. സാഗി, SAGY, വളരെ പ്രശസ്തമായ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണ്. നരേന്ദ്രമോദി തുടങ്ങി വെച്ചതാണ്. എന്താണ് അതിന്റെ ഫുൾ ഫോം? സൻസദ് ആദർശ് ഗ്രാമീൺ യോജന. ഒരു ഗ്രാമം ദത്തെടുക്കുന്ന പദ്ധതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ പോർച്ചുഗീസ് ഗവർണർ എന്നറിയപ്പെടുന്നത് ആരാണ്? അൽബുക്കർക്കാണ്. സൈലന്റ് വാലി എന്ന പേര് നൽകിയത് ആരാണ്? റോബർട്ട് വൈറ്റ്. ശരി ഉത്തരം. തൃപ്പടിദാനം നടത്തിയത് മാർത്താണ്ഡവർമ്മയാണെന്നറിയാം. ഏതു വർഷം? 1750. കറക്റ്റ്. കേരളത്തിന്റെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്? ആഗമാനന്ദ സ്വാമി. കറക്റ്റ്. ഭോപ്പാൽ ദുരന്തത്തിന് കാരണമായ യൂണിയൻ കാർബൈഡ് ആണ് എന്നറിയാം. കാരണമായത് ഏതായിരുന്നു വാതകം? മീഥൈൽ ഐസോസൈനേറ്റ്. കറക്റ്റ്. കിഴവനും കടലും വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഓൾഡ് മാൻ ആൻഡ് സീ. ആരാണ് എഴുതിയത്? ഏണസ്റ്റ് ഹെമിംഗ്വേ. കറക്റ്റ്. ഹാമിൽട്ടൺ പീഠഭൂമി എന്നറിയപ്പെടുന്ന കേരളത്തിന്റെ ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം നാഷണൽ പാർക്ക്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണൽ ഏത്? ലാറ്ററൈറ്റ്. കറക്റ്റ്. 3 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്. ഏതാണത്? പുതുച്ചേരി. ശരി ഉത്തരം. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ദാമോദർ. കറക്റ്റ്. ത്രികോണാകൃതിയിൽ ഒരു സമുദ്രമുണ്ട്. ഏതാണ്? പസഫിക്. കറക്റ്റ്. മാതൃശില, ശിലകളുടെ റോക്സിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ഏത്? ഇഗ്നിയസ് റോക്സ്. ആഗ്നേയശില, ഇഗ്നിയസ് റോക്ക്. കറക്റ്റ്. ഓസോൺ പാളി ഏത് അന്തരീക്ഷ പാളിയിലാണ് കാണുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. കറക്റ്റ്. 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? മഹലനോബിസ്. കറക്റ്റ്. ആദായ നികുതി ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് ഏത് വർഷമാണ്? ഏത് വർഷം മുതലാണ് ഇന്ത്യയിൽ അത് പ്രാബല്യത്തിൽ വന്നത്? 1761. 1961 പാർലമെന്റ് അംഗീകരിച്ചു. നിയമത്തിൽ നടപടി വന്നത് നെക്സ്റ്റ് ഇയർ 1962. ഭരണഘടനാ നിർമ്മാണ സഭയിൽ സ്റ്റേറ്റ്സ് കമ്മിറ്റിയുടെ തലവൻ ആരായിരുന്നു? നെഹ്റു. കറക്റ്റ്. ജർമ്മൻ മീസിൽസ് എന്ന രോഗത്തിന്റെ മറ്റൊരു പേരെന്ത്? റുബെല്ല. കറക്റ്റ്. ക്യാൻസർ ഉണ്ടാക്കുന്നതിന് പല ഘടകങ്ങളുണ്ടാകും. ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാക്കുന്ന ഘടകങ്ങളെല്ലാം ചേർത്ത് പൊതുവെ പറയുന്ന പേര് കാഴ്സിനോജൻ എന്നാണ്. ഓർക്കുക, കാഴ്സിനോജൻ. ആദ്യ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ആരാണ്? ക്രിസ്ത്യൻ ബർണാഡ്. സെന്റ് തോമസ് ഇന്ത്യയിലേക്ക് എത്തുന്നു, കേരളത്തിലേക്ക് എത്തുന്നു. അതിനുശേഷം അദ്ദേഹം ഇവിടെ ക്രിസ്തുമത പ്രചരണം നടത്തുന്നു. ഇതെല്ലാം ഇതിവൃത്തമാക്കിയിട്ടുള്ള കലാരൂപം മാർഗംകളി. കറക്റ്റ്. കേരളത്തിൽ ആദ്യമായി തുള്ളൽ നടത്തിയത് എവിടെയാണ്? അമ്പലപ്പുഴ. കറക്റ്റ്. ആധുനിക ഒളിമ്പിക്സിലെ ആദ്യത്തെ മെഡൽ ജേതാവ് ആരായിരുന്നു? അമേരിക്കക്കാരനാണ്. ജെയിംസ് കൊണോലി. ആദ്യമായി ഖേൽരത്ന നേടിയ മലയാളി ആരാണ്? KM ബീനാമോൾ. രാജ്യസഭയിലേക്ക് ആർട്ടിക്കിൾ 80 പ്രകാരം ആളുകളെ നോമിനേറ്റ് ചെയ്യുന്ന കാര്യം അറിയാം. അതിൽ ആദ്യമായി അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട കായിക താരം ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. കറക്റ്റ്. വഞ്ചിപ്പാട്ടിന്റെ വൃത്തം എന്നറിയപ്പെടുന്ന വൃത്തം ഏത്? കറക്റ്റ്. ഒമർ ഖയ്യാമിന്റെ റുബയ്യാത്ത് വിലാസ ലഹരി എന്ന പേരിൽ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ജി ശങ്കരപ്പൂർ. കറക്റ്റ്. കേരളത്തിലെ ഏക ശകുനി ക്ഷേത്രം, ശകുനിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രം കേരളത്തിലുണ്ട്. ഏതാണ്? കൊല്ലം ജില്ലയിലെ പവിത്രേശ്വരം. വള്ളസദ്യക്ക് പ്രസിദ്ധമായ അമ്പലം ഏതാണ്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. കറക്റ്റ്. കേരളത്തിന്റെ തനത് സംഗീത ശൈലി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സോപാനം. കറക്റ്റ്. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഭക്ഷണം ഓർഡർ ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? പോക്കറ്റ് മാർട്ട്. കറക്റ്റ്. ഇപ്പോഴത്തെ ലോകസുന്ദരി ആരാണ്? ക്രിസ്റ്റീന ഫിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്കുകാരിയാണ്. കറക്റ്റ്. ഏറ്റവും പുതിയ ലോക്പാൽ അധ്യക്ഷൻ ആര്? AM ഖാൻവിൽക്കർ. കറക്റ്റ്. പ്രഭാവർമ്മയ്ക്ക് സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത കൃതി ഏത്? രൗദ്രസാത്വികം. കറക്റ്റ്. രഞ്ജി ട്രോഫി ചാമ്പ്യന്മാർ ആരാണ് ഇക്കൊല്ലത്തെ? മുംബൈ. കറക്റ്റ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ 700 വിക്കറ്റ് നേടുന്ന ആദ്യത്തെ പേസ് ബൗളർ ആരാണ്? ജെയിംസ് ആൻഡേഴ്സൺ. കറക്റ്റ്.
ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള അർദ്ധ സൈനിക വിഭാഗം ഏത്? അസം റൈഫിൾസ് ആണ്. അസം റൈഫിൾസ്. അമേരിക്ക 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാൻ കാരണം ജപ്പാൻ നടത്തിയ ഒരു സംഭവമാണ് എന്ത്? പേൾ ഹാർബർ ആക്രമണം. അമേരിക്കയിലെ പേൾ ഹാർബർ ആക്രമിച്ചതാണ്. കറക്റ്റ്. ശീതസമരം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ആര്? ജെയിംസ് ബെർണാഡ് ബറൂച്ച് ആണ്. ബെർണാഡ് ബറൂച്ച്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ബാലഗംഗാധര തിലക്. കറക്റ്റ്. ന്യൂ ഇന്ത്യ, കോമൺവെൽത്ത് ഈ പത്രങ്ങൾ തുടങ്ങിയത് ആരാണ്? അനി ബസന്റ്. കറക്റ്റ്. 1892 ബ്രിട്ടനിലെ ദാദാബായ് നവറോജി ലിബറൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിച്ചു. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരനായി. ഏത് മണ്ഡലത്തിൽ നിന്ന്? ഫിൽസ്ബറി സെന്റർ. കറക്റ്റ്. ഓഗസ്റ്റ് ഓഫർ നടപ്പാക്കുമ്പോൾ ആരായിരുന്നു ഇന്ത്യയിലെ വൈസ്രോയി? ലിൻലിത് ഗോ. കറക്റ്റ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠസ്വാമി. കറക്റ്റ്. പഴശ്ശിരാജയുടെ സഹായിയായിരുന്ന കുറിച്യ നേതാവ് ആരാണ്? തലക്കൽ ചന്തു. കറക്റ്റ്. 1861 കേരളത്തിൽ ആദ്യത്തെ റെയിൽപാത ഉണ്ടായി. എവിടെ നിന്ന് എങ്ങോട്ടായിരുന്നു? ബേപ്പൂർ മുതൽ തിരൂർ വരെ. 1817 തിരുവിതാംകൂറിൽ പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ആദ്യമായി വിളംബരം പുറപ്പെടുവിക്കുന്നത്. അപ്പോഴത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ഗൗരി പാർവതി ഭായ്. കറക്റ്റ്. ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖല ഏതാണ്? ഗ്രേറ്റ് ബാരിയർ റീഫ്. കറക്റ്റ്. ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ അടയാളപ്പെടുത്തുന്നത് എന്താണ്? കൃഷി സ്ഥലങ്ങളാണ്. കറക്റ്റ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ ഭരണഘടനയിൽ എത്ര ആർട്ടിക്കിളാണ് ഉണ്ടായിരുന്നത്? 395. കറക്റ്റ്. ഏത് ദിവസമാണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിവസമായിട്ട് ആചരിക്കുന്നത്? നവംബർ 26. കറക്റ്റ്. കേരളത്തിൽ ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന കോർപ്പറേഷൻ ഏതാണ്? കണ്ണൂർ. കറക്റ്റ്. സംഘകാലത്തെ ചേര രാജവംശത്തിന്റെ തലസ്ഥാനം ഏത്? വാഞ്ചിയായിരുന്നു. വാഞ്ചി. മഹാപരിനിർവാണ ദിവസ് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ മഹാപരിനിർവാണ ദിവസമായിട്ട് ആചരിക്കുന്നത്? ബി ആർ അംബേദ്കർ. കറക്റ്റ്. ഓപ്പറേഷൻ ട്രോജൻ ഹോഴ്സ് ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മരണവുമായി തൂക്കിക്കൊലയുമായി ബന്ധപ്പെട്ട ഓപ്പറേഷനാണ്. ആരുടേത്? ഭഗത് സിംഗ്. കറക്റ്റ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ആരാണ്? ദാദാബായ് നവറോജി. കറക്റ്റ്. 1972 റിപ്പബ്ലിക് ദിനത്തിൽ രൂപം കൊണ്ട ഒരു ജില്ലയുണ്ട് കേരളത്തിൽ. ഏതാണ്? കോഴിക്കോടാണ്. ഇടുക്കി. 1972 ആധുനിക പെരുന്തച്ചൻ, ഗാന്ധി ഓഫ് ആർക്കിടെക്ട് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ലാറി ബേക്കർ. ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ഈ അടുത്ത് മരണപ്പെട്ടത് ആര്? ഇബ്രാഹിം റൈസി. കറക്റ്റ്. ജർമ്മൻ ബുണ്ടസ് ലീഗ് ചാമ്പ്യന്മാർ. ഇത്തവണത്തെ ചാമ്പ്യന്മാരുടെ പ്രത്യേകത ഒരൊറ്റ മത്സരം പോലും തോൽക്കാതെയാണ് അവർ ചാമ്പ്യന്മാരായത്. ആരായിരുന്നു? ബയർ ലെവർകൂസൻ. കറക്റ്റ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആ റാപ്പിഡ് ഫയർ റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസുകളിലൂടെ നമ്മൾ കടന്നു പോയിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള റാപ്പിഡ് ഫയർ റൗണ്ടുകളും മറ്റു ഓരോ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്ത് നിന്നും നിബിൻ.